തൃശ്ശൂരിൽ ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ പിടിയിലായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് പിടിയിലായത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 50,000 രൂപയും 7 കുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതിന്റെ പ്രതികരണത്തിലേക്ക്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കർ എൻ അദ്ദേഹം ബ്രൈഡ് മണിയായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് സർപ്രൈസ് ചെക്ക് നടത്തുകയും ചിറങ്ങര വെച്ച് സർപ്രൈസ് ചെക്ക് നടത്തുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 50,640 രൂപ കണ്ടെത്തുകയുണ്ടായി. ഒപ്പം ഒരു 7 മദ്യക്കുപ്പികളും കിട്ടിയിട്ടുണ്ട്. മദ്യക്കുപ്പികൾക്ക് വൗച്ചറുകളും. സുരജ് സജി തൃശ്ശൂരിൽ ചെയ്യുന്ന സുരജ്, ഓണക്കാലം ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള ലഹരി മാഫിയക്ക് പിടിമുറുക്കുന്ന സമയമാണ്. എക്സൈസുകാർക്ക് പിടിപ്പത് പണിയുണ്ട്. ഇതിനിടയിൽ ഗുണ്ടാപ്പിരിവിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു പുതിയ ചടങ്ങാണോ എക്സൈസുകാരുടെ ഭാഗത്ത് നിന്ന്? എന്താണ് സംഭവിച്ചത്? സുഹൈൽ, ഇതൊരു പുതിയ സംഭവമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെയും ഈ വിജിലൻസ് പറയുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നാണ്. ഈ അവധിക്ക് നാട്ടിലേക്ക് പോവുകയാണ് ഈ മനുഷ്യൻ. തിരുവനന്തപുരത്താണ് വീട്. ഈ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പാണ് ബാറാന്തരം കയറി ഈ പൈസ പിരിച്ചതും മദ്യക്കുപ്പിയൊക്കെ വാങ്ങിയതും. 7 മദ്യക്കുപ്പി ഇപ്പോൾ കയ്യിൽ നിന്ന് കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ 50,000-ലധികം രൂപ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വിജിലൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പരിശോധന. ഇരിങ്ങാലക്കുടയിലെ എക്സൈസ് ഇൻസ്പെക്ടറാണ്. അതിനിടയിൽ ഇവർക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് ദേശീയപാതയിൽ ചിറങ്ങരയിൽ വെച്ച് ഈ വാഹനം തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇയാൾ ഈ പണവും മദ്യവുമായി പിടിയിലായിരിക്കുന്നത്. ബാറുകളിൽ നിന്ന് ഈ പിരിച്ച പണമാണ് കയ്യിലുള്ളതെന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സുഹൈൽ, എന്തായാലും മാന്യമായ ശമ്പളമുണ്ട്, ഓണക്കാലത്ത് ബോണസ് ഉണ്ട്. ഇതൊന്നും മതിയാകാനിട്ടാവണം ഇത്തരത്തിൽ ഓണം കളറാക്കാൻ വീണ്ടും ഓരോ ബാറുകൾ കയറി ഗുണ്ടാപ്പിരിവ് നടത്തി ആ പണവുമായി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. എന്തായാലും വഴിമത്തിയെ യാത്ര തടസ്സപ്പെട്ടിട്ടുണ്ട്. ആൾ കസ്റ്റഡിയിലുമായിട്ടുണ്ട്.